ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വ്ളോഗ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് നമുക്ക് സ്കൂൾ സമ്മർ വെക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് സ്കൂൾ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ബാക്ക് ടു സ്കൂൾ കുറച്ച് വിശേഷങ്ങളും കുറച്ച് ഒരുക്കങ്ങളും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സ്കൂൾ റീ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ ബാഗൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. കൂട്ടത്തിൽ എനിക്കൊരു പില്ലോ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറേ കാലം ഞാൻ ആ ഒരു സൈസ് തപ്പുന്നു. അപ്പോൾ അതും കിട്ടി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഷോപ്പിംഗ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഉള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ദിവസം ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു സ്റ്റാൻഡ് കുറേ ആയി നോക്കി നടക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ ഷെൽഫിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡ്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അത് കിട്ടിയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് 2 മതിയായിരിക്കുമെന്ന്. പക്ഷെ അതൊരു 3 ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വെക്കാൻ പറ്റുക. എന്തായാലും ഇപ്പം ഞാൻ കയ്യിലുള്ള 2 വെച്ചിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെയാണ്. ഇതൊരു മെറ്റലിൻ്റെ റാക്കാണ്. ഇതിൽ എന്താ പറയുക, ഇതിൻ്റെ മുൻപ് ഞാൻ വാങ്ങിച്ചത് അവർ അത്യാവശ്യം വെയിറ്റൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതൊരു ഫൈബറായിരുന്നു. പക്ഷേ ഇതിൽ 1 kg എന്നാണ് പറയുന്നത്. ഞാനിത് ഇതുപോലെയുള്ള എന്താ പറയുക സെറാമിക്കിൻ്റെ സാധനങ്ങൾ തന്നെയാണ് ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇതിൽ 2 സ്റ്റാൻഡ് 2 സൈഡിൽ വെച്ച് കഴിഞ്ഞപ്പോൾ സെൻറ്ററിൽ അത്യാവശ്യം സ്ഥലം ഉണ്ടായിരുന്നു. ഒരെണ്ണം എന്തായാലും നന്നായിട്ട് ഫിറ്റ് ആവുമായിരുന്നു. പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഇനി എപ്പോഴാണ് അവിടെ പോകാമെന്നൊന്നും അറിയില്ല. അപ്പോൾ പോകുന്ന സമയത്ത് ഒരെണ്ണം കൂടി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഡൈസോ ജപ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. UAE-ലുള്ളവർക്ക് അറിയായിരിക്കും. അങ്ങനെ ഞാനിവിടെ ചെറുതായിട്ട് ഈ കോഫി കപ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ സെൻറ്ററിലും കൂടി ഇനി ഒരെണ്ണം വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ കോഫി മഗ്സ് വാങ്ങിക്കുമ്പോൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് വെക്കാം. ഇത് എന്താ പറയുക, എനിക്കിത് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. അങ്ങനെ എന്താ പറയുക മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം എല്ലാ സ്ഥലത്തും ഈക്വലി വെയിറ്റ് വരുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കിതാ കുറച്ച് ഗ്ലാസും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനുണ്ട്. അതൊന്ന് എടുത്ത് വെക്കണം. ഇത് 6 പീസ് ഉണ്ടായിരുന്നതാണ്. ഒരെണ്ണം എൻ്റെ അടുത്ത് നിന്ന് പൊട്ടിപ്പോയി. ഇപ്പോൾ 5 പീസേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരെണ്ണം ഉള്ളത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം 5ഉം അവിടെ ഫിറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈസിലുള്ള ഈ ഒരു പില്ലോ ഇത് ഞാൻ കുറേ ആയി നോക്കി നടക്കുന്ന, എനിക്ക് ഈ സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ കിട്ടി. കുറേ കാലമായി ആക്ച്വലി ബെഡ്ഷീറ്റ് ഈ ഒരു സെറ്റ് വാങ്ങിച്ചിട്ട് കുറേ ആയി. പക്ഷേ ഈ ഒരു സൈസിലുള്ള പില്ലോ ഞാൻ പുറത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അന്ന് ആ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാതിരുന്നത്. പിന്നെ ആ വഴിക്ക് പോയുമില്ല. പിന്നെ ഇപ്പം ബാക്ക് ടു സ്കൂളിന് ഷോപ്പിങ്ങിന് വേണ്ടി പോയപ്പോഴാണ് ആ വഴിക്ക് പോയപ്പോൾ സെയിം സൈസിലുള്ളത് അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് 2 എടുത്തു. അപ്പോൾ അതൊക്കെയൊന്ന് ഞാൻ ആ ഒരു കവറിൽ നിന്ന് എടുത്തിട്ട് പില്ലോ കവറിൽ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മക്കളുടെ സ്റ്റഡി ടേബിൾ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കിയത്. ഞാനിതിൻ്റെ ഡ്രോയേഴ്സ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ ഫോണിന് എന്തോ ഒരു ചെറിയൊരു മെമ്മറി കുറച്ച് കൂടുതലായപ്പം ഫുള്ളായപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയോ അത് ഐക്ലൗഡിൽ എവിടെ പോയി കിടപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പാർട്ട് മാത്രം ഓർഗനൈസ് ചെയ്യുന്ന ക്ലിപ്സേ ഇതിലുള്ളൂ. ഇൻഷാല്ല ഞാൻ ബാക്കി വരുന്ന വീഡിയോസിൽ എവിടെയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെയായിരുന്നു ഓർഗനൈസ് ചെയ്ത് വെച്ചതെന്ന് കാണിച്ചു തരാം. എല്ലാം ഫുള്ള് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഫുള്ള് മിസ്സായിരുന്നു. കളർ പെൻസിൽ കുറേ അവിടെ കുറേ ഇവിടെ, പിന്നെ ഇതുപോലുള്ള അവരുടെ കുറേ സാധനങ്ങളും എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചു. ഈ ഹോൾഡറും എനിക്ക് തോന്നുന്നു ഒരെണ്ണം കൂടെ വേണം. കുറച്ചും കൂടെ പെന്നും സാധനങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഞാനൊന്ന് തുടച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. 2 ദിവസം കൊണ്ട് 2 ദിവസം പോലും എടുക്കില്ല. വേഗം തന്നെ ഇതാകും. പിന്നെ വീണ്ടും ചെയ്ത് വെക്കണം. ഈ ലാമ്പ് ഞാൻ ഐക്കിയെന്ന് വാങ്ങിച്ചതാണ്. അതുകൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു ടൈപ്പായിരുന്നു നോക്കിയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുഴപ്പമില്ല, സ്റ്റഡി ടേബിൾ നോക്കിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചു.
അപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിൾ ഓർഗനൈസേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പതിയെ കിച്ചണിലോട്ട് പോകണം. കുക്കിംഗ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിലും കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഒരു ടിക്ക ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ആ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളി കട്ട് ചെയ്യലാണ് ബിരിയാണിക്ക് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പണി. പിന്നെ എനിക്ക് ഈ ചോപ്പറും അതൊന്നും എടുക്കുന്നത് ഇഷ്ടമല്ല. കാരണം അതെടുത്ത് കഴിഞ്ഞാൽ ആ പാത്രങ്ങൾ ഫുള്ള് കഴുകി വയ്ക്കേണ്ടതെന്ന് ഓർക്കും. ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ല, ആ ഒരു കട്ടിങ് ബോർഡും കത്തി മാത്രം കഴുകി വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം. എന്നിട്ട് ബിരിയാണിയുടെ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കണം. അപ്പോൾ ബിരിയാണിക്കുള്ള ഉള്ളിയും ചെറിയുള്ളിയില്ല വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കണം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് കിച്ചണിൽ എമ്മിൽ കുറച്ചൊരു ഓർഗനൈസേഷൻ പരിപാടികളുണ്ട്, അത് ചെയ്യണം. ഇതാ ഈ സാധനങ്ങളൊക്കെ കേക്കിൻ്റെ നമ്മൾ ഫോണ്ടൻ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നാട്ടിൽ പോയിട്ട് വരുമ്പോൾ അവൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ അത്യാവശ്യം നല്ല പൊടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ വെറും വെള്ളത്തിലിട്ടിട്ട് കഴുകി എടുക്കാറാണ് ചെയ്യാറ്. ഇത്തവണ ഞാൻ കുറച്ച് സോപ്പിട്ട വെള്ളത്തിലിട്ടിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ ഒന്ന് പോയപ്പോൾ അതോടൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. ഞാൻ ഫ്രിഡ്ജിൽ ഇതുപോലെ പച്ചക്കറികൾ വെക്കുമ്പോൾ എല്ലാം ഒന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ആദ്യം ഒന്ന് കഴുകും. എന്നിട്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കും. എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാറാണ് പതിവ്. എന്നിരുന്നാലും നമ്മൾ കറിയിലേക്കൊക്കെ ഇടുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കഴുകും കേട്ടോ. പക്ഷേ എന്നാലും കാര്യമായിട്ട് അധികം കഴുകേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വീഡിയോസൊന്നും എടുത്തിട്ടില്ല. വീഡിയോസും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിരിയാണിയുടെ പണി ഒത്തിരി നീണ്ടുപോകും. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് എളുപ്പം ഐക്യയിലോട്ട് ഇറങ്ങി. അത് ഐക്യയിലെ വൺദുരത്തിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത്തവണ എന്താ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിക്കഴിച്ചു. നമ്മൾ മുൻപ് മക്ഡൊണാൾഡിൽ നിന്നായിരുന്നു വാങ്ങിക്കാറ്. ഇപ്പോൾ പിന്നെ അത് നമ്മുടെ ഒരു ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഫുള്ള് ഇവിടെ നിന്നാണ്. അപ്പോൾ അതാ ഞാൻ പോയത് ഈ ഒരു ലാമ്പ് വാങ്ങിക്കാനായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഇതായിരുന്നു. അപ്പോൾ ഇത് കുറേ നോക്കുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് വന്നു. അതിനെ ഒന്ന് അസംബിൾ ചെയ്തിട്ടെടുത്തു. ഇതാ ഈ ഒരു ഐസ്ക്രീം യു എയിലുള്ളവർക്ക് അറിയായിരിക്കും. ഇപ്പോൾ ഇവിടെ ഭയങ്കര ട്രെൻഡിങ് ആയി. ഇപ്പോഴെല്ലാം കുറച്ചായി, എനിക്കിപ്പോഴാണ് കൈ കിട്ടുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോഴാണ് ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ വന്നത്. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ 15 ദിർഹം ആയിരുന്നു. അതിന് കൊടുത്തിട്ട് പോകത്താണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ബിലോ 10 ദിർഹം ഒക്കെ മതി. വലിയ ടേസ്റ്റൊന്നുമില്ല. ജസ്റ്റ് ഒരു 1 ടൈം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാത്രം തന്നെ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസും എല്ലാ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.